നാം മനസ്സിലാക്കണം, മക്ക, മദീന, സൗദി അറേബ്യ, ആ സകലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഇവിടെയുള്ള നേതാക്കൾ, ഇവിടെയുള്ള പണ്ഡിതന്മാർ, ഇവിടെയുള്ളതായ പ്രബോധകന്മാർ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു പ്രത്യേക മാസം നോക്കാതെ റബീഉൽ അവ്വലോ റബീഉൽ ആഖിറോ മുഹറമോ ഇതൊന്നും നോക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മം മുതൽ മരണം വരെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് റസൂലുള്ളാഹി പ്രസംഗിച്ച അതേ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഡോക്ടർ അബ്ദുള്ള അൽ മുഈജാൻ സംസാരിച്ച പ്രസംഗം ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ കേൾപ്പിച്ചു. യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ഖുത്ബയിൽ അദ്ദേഹം സംസാരിച്ചത് റസൂലുള്ളാഹിയുടെ മദീന ജീവിതമായിരുന്നു. എന്നിട്ട് ഖുത്ബയിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഖുത്ബയുടെ അവസാനത്തിൽ റസൂലുള്ളാഹിന്റെ മരണവാർത്തയും മറ്റും പറഞ്ഞപ്പോൾ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന വിഭാഗമാണ് ഇവിടെയുള്ളവർ. അതേ സമയത്ത് റസൂലുള്ളാഹിനോടുള്ളതായ യഥാർത്ഥ സ്നേഹം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അവര് റസൂൽ പറയാത്തതും ചെയ്യാത്തതും അനാചാരമായ എന്തൊക്കെയുണ്ട് അതൊക്കെ വലിച്ചെറിയണം, അത് പാടില്ല എന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. എന്ത് കാരണത്താൽ? റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ കടുപ്പം കാരണത്താൽ. നിങ്ങൾ പ്രഖ്യാപിക്കൂ റസൂലേ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടത്? എന്നെ നിങ്ങൾ അനുസരിക്കുക. ആരെ? റസൂലിനെ. എന്നാലോ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ റസൂലുള്ളാഹിനെ അനുസരിച്ചിട്ട് വേണം. അതുകൊണ്ട് റസൂലുള്ളാഹ് പഠിപ്പിക്കാത്ത, റസൂലുള്ളാഹ് പഠിപ്പിച്ചു തരാത്ത, റസൂലുള്ളാഹ് പറയാത്ത ജന്മദിനാഘോഷമോ മരണദിനാഘോഷമോ ആനപ്പോക്കുകളോ സന്തൽ പോക്കുകളോ ഖബർ കെട്ടിപ്പൊക്കലുകളോ അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കലുകളോ അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കലോ അല്ലാഹു അല്ലാത്തവർക്ക് അറക്കലോ എന്തെല്ലാം ദീനിലില്ലാത്ത ബിദ്അത്തുകൾ, അത് നിസ്കാരത്തിലാവട്ടെ, നോമ്പിലാവട്ടെ, സക്കാത്തിലാവട്ടെ, ഹജ്ജിലാവട്ടെ, അല്ലെങ്കിൽ ഖബർ സിയാറത്തിലാവട്ടെ, എവിടെയെല്ലാം ബിദ്അത്ത് ദീനിലില്ലാത്ത കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ, റസൂലുള്ളാഹ് ചെയ്യാത്തത്, റസൂലുള്ളാഹ് പഠിപ്പിക്കാത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിൽ വരാത്തത്, അതൊക്കെ എന്തുകൊണ്ട് സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർ ഒഴിവാക്കി നിൽക്കുന്നു? എന്തുകൊണ്ട് അവർ ചെയ്യാതിരിക്കുന്നു? റസൂലുള്ളാഹിനുള്ളതായ കടുകടുത്ത സ്നേഹം കാരണത്താൽ, ആ സ്നേഹം സ്ഥാപിക്കുന്നത് കൊണ്ടാണ് അവർ ചെയ്യാത്തത് എന്നത് നമുക്ക് മനസ്സിലാക്കാം. എത്ര വിശദമായിട്ടാണ്, എത്ര വിശദീകരിച്ചിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ അബ്ദുള്ള അൽ മുഈജാൻ എന്ന പണ്ഡിതൻ മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഹിസ്റ്ററി, റസൂലുള്ളാഹിയുടെ സീറ, റസൂലുള്ളാഹിയുടെ ജീവിത ചരിത്രം പറഞ്ഞിട്ട് ആ പൊട്ടിക്കരഞ്ഞ് സംസാരിച്ചത്. അതൊക്കെ നമുക്ക് പഠനാർഹമായ, നാം ഉൾക്കൊള്ളേണ്ടതായ ഒരു മഹാതത്വമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്താൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.